മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന്റെ ഭീതി മാറും മുൻപ് മൂന്നാർ കോളനിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. 5 ആനകളാണ് ജനവാസ മേഖലയോട് ചേർന്നെത്തിയത്. കന്നിമല എസ്റ്റേറ്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മണിയാണ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് പ്രതിഷേധം ഇപ്പോൾ ശക്തമാണ്. KDH വില്ലേജ് പരിധിയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. മറ്റു പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. ഒറ്റയാനയാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റ റെജീന 24നോട് പറഞ്ഞു. மேலேருந்து கிளானிக்கு வரையில் ரிவர்ஸ் வரையில் வேகமாக வந்து அப்படியே துமிச்சங்கைட்டு ஒரே அமுக்கிருச்சு. அமுக்கிட்டு இங்கிட்டு சாய்ச்ச உடனே அந்த அன்னைக்கு கீழே விழுந்துருச்சு. நாங்கள் வண்டிக்குள்ளேயே இருந்தோம். எங்கள் வீட்டுக்காரர் அந்த 2வது அமுக்கையில் அந்த குறுக்க கம்பியோடு விழுந்துட்டார். அந்த அண்ணன் கீழே விழுந்த உடனே யானை அப்படியே தூக்கி எரிஞ்சிருச்சு. அந்த அண்ணனை 3 தடவை தூக்கி எரிஞ்சிச்சு. நாங்கள் அந்த வண்டிக்குள்ளேயே தான் இருந்தோம், நானும் பாப்பாவும். കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് വനംവകുപ്പ് ഇന്ന് ധനസഹായം കൈമാറും. RRT സംഘത്തെ ശക്തിപ്പെടുത്തണമെന്ന് രാജ MLA ആവശ്യപ്പെട്ടു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ആ മണിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി എന്നത് പ്രദേശത്ത് സ്വാഭാവികമായും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ടാകും. അവിടെ ജനങ്ങൾ ഇപ്പോഴും പ്രതിഷേധത്തിനാണല്ലോ. LDFന്റെ ഹർത്താൽ പൂർണ്ണമാണോ? ജനങ്ങളുടെ പ്രതിഷേധം പരിധി വിടാനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ, രാഹുൽ? ഗോപികൃഷ്ണൻ, എന്തായാലും ഈ കാട്ടാന ആക്രമണത്തെ തുടർന്ന് മണി മരിച്ച സംഭവത്തിന് പിന്നാലെ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ മൂന്നാറിൽ പൂർണ്ണമാണ്. യാതൊരു കടകമ്പോളങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല, വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മോർച്ചറിക്ക് മുമ്പിൽ അതിവൈകാരികമായ രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ മരിച്ച മണിയുടെ ബന്ധുക്കൾ, അതായത് ഭാര്യ, 2 മക്കള്, അതുപോലെ തന്നെ സഹോദരങ്ങള്, മറ്റു ബന്ധുക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. അവർക്കൊന്നും താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഈ മണിയുടെ വിയോഗം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. എന്തായാലും ഇന്നലെ വൈകിട്ട് വരെ 9:30 വരെ അതിന് തൊട്ട് മുമ്പ് വീട്ടിലേക്ക് ഫോൺ വിളിച്ച ആളാണ് മണി. അതിന് പിന്നാലെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഒരു ഒറ്റയാനാണ് മണിയെ ആക്രമിച്ചത്. മണി സഞ്ചരിച്ച ഓട്ടോ ആക്രമിച്ച് തകർത്തതിന് ശേഷം മണിയെ ആ വണ്ടിയിൽ നിന്ന് തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി എടുത്ത് 3 തവണ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ. അതായത് കൂടെ ഉണ്ടായിരുന്ന പരിക്കു പറ്റിയ റെജീന ഉൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ഈ പ്രദേശത്തുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. വനം വകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ ഈ പ്രദേശത്തൊന്നും നടത്തുന്നില്ല. ഈ കാട്ടാന സാന്നിധ്യം സ്ഥിരമായിട്ടുണ്ടായിട്ടും അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതൊരു ആരോപണവും പരാതിയുമായി പറയുന്നുണ്ട്. കാരണം ഇന്നലെ ഈ കന്നിമല എസ്റ്റേറ്റിന് സമീപത്ത് തന്നെയാണ് നയമക്കാട് എസ്റ്റേറ്റ്. ഈ പ്രദേശത്ത് പടയപ്പയുണ്ടായിരുന്നു. പടയപ്പ ഒരു ലോറി തടഞ്ഞു നിർത്തി 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. വൈകിട്ടായപ്പോഴേക്കും 2 വാഹനങ്ങൾ കുത്തിമറിച്ചിട്ടു. മതപ്പാടിലായ ഈ പടയപ്പയെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വലിയ പ്രതിഷേധം നാട്ടുകാർക്ക് വനം വകുപ്പിനോടുണ്ട് എന്നുള്ളതാണ്. അതായത് പടയപ്പയാകാം ഒരു പക്ഷേ ഈ മണിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഒരു സംശയമായി പറയുകയും ചെയ്തിരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ നാട്ടുകാരും ചേരുന്നുണ്ട്. ഈ കാട്ടാനാക്രമണം ഇവിടെ തുടർക്കഥയാവുകയാണ്. ഇപ്പൊ 4 പേരാണ് ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കൊല്ലപ്പെടുന്നത്. ஆமாம், 4 பேர் இறந்துருக்காங்க. இது சேர்த்து 5வது. நேற்றுக்கு ஒரு பைக்கு, ஒரு ராலி, ஒரு காரு, அந்த பாரஸ்ட்காரங்க அங்கே நிற்கத்தானே செஞ்சுருக்காங்க. அப்போ அவங்களுக்கு பாதுகாப்பு இருந்திருந்தா அந்த பையனுக்கு செத்துருக்காதுல்ல. 2 சின்ன சிறுசுக்கு எங்கே போவாங்க? யாருக்கு யார் தாங்குவாங்க சொல்லுங்க. அப்போ நாங்களும் அன்னைக்கு வேலை செஞ்சுட்டு வந்திருக்கோம். வீட்டுக்கு முன்னாடி நிற்கிது. நாங்கள் எங்கே போக, எங்கே போய் விரட்ட முடியுமா? தென்மலை ஃபேக்டரி இந்த பையனை போட்டுட்டு அங்க வந்துருக்கு யானை அங்க வந்து தென்மலை ஃபேக்டரி நிக்கி. இன்னைக்கு முடியல, ஆஸ்பத்திரிக்கு போறது கூட எங்களுக்கு வழி இல்ல. வண்டிக்காரங்க வர மாட்டாங்க. நாங்க என்ன செய்ய முடியும்? இல்ல, அங்கதான் நிக்கி, தென்மலை லோயர்ல நிக்கி. நாங்க தென்மலை ஃபேக்டரியில இருக்கோம். ஆஸ்பத்திரிக்கு போய் கூட முடியாம போச்சு. எங்களுக்கு ஒரு வழியும் காட்ட முடியல. അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടമെല്ലാം ഈ ജനവാസ മേഖലയിലുണ്ട്. അതിനെ തുരത്തുന്നതിനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ എന്തായാലും 5 ലക്ഷം രൂപ വനം വകുപ്പ് ഈ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തിന് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പര്യാപ്തമല്ല. രാഹുൽ, ഈ LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഹർത്താലും വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണോ?
ഗോപീകൃഷ്ണൻ, തീർച്ചയായിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് MLA അടക്കം പറയാതെ പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കാരണം RRT സംഘത്തെ കൂടുതൽ നിയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ DFO, ഇവിടുത്തെ വാച്ചർമാരുടെ എണ്ണം കുറയ്ക്കുന്ന നടപടി സമീപകാലത്ത് എടുത്തിരുന്നു. അതുൾപ്പെടെ വലിയ വീഴ്ച വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് MLA അടക്കം പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് LDFന്റെ ഭാഗത്തു നിന്നും ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഈ മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇറക്കിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു 9 മണിയോടുകൂടി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ട് മൃതദേഹം കൊണ്ടുപോകാത്തതിന് കാരണം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഈ സ്ഥലത്തേക്ക്, അതായത് ഈ മോർച്ചറിയിലേക്കോ അല്ലെങ്കിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്കോ ആരും തന്നെ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെത്തി കാര്യങ്ങൾ ഈ ബന്ധുക്കളുമായി സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുകയുള്ളൂ എന്നൊരു നിലപാട് കൂടി ഈ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും എടുത്തിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗോപി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മൂന്നാർ കന്നിമല എസ്റ്റേറ്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മണിയാണ് ഇന്നലെ രാത്രി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഇപ്പോൾ പ്രതിഷേധം ശക്തമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. KDH വില്ലേജ് പരിധിയിലാണ് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നത്. അത് വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് LDFന്റെ ഈ ഹർത്താൽ. മറ്റു പ്രതിഷേധങ്ങൾക്ക് കൂടുകൂടി സാധ്യതയുണ്ട് എന്ന് രാഹുൽ വിജയന്റെ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും മണിയുടെ കുടുംബത്തിന് വനം വകുപ്പ് ഇന്ന് ധനസഹായം കൈമാറും. RRT സംഘത്തെ ശക്തിപ്പെടുത്തണമെന്ന് A രാജ MLA ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും വനം വകുപ്പ് കാര്യക്ഷമമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന ആക്ഷേപം ഈ പ്രദേശവാസികൾ ഉന്നയിക്കുകയാണ്. MLAയും പറയാതെ പറയുന്നത് അതുതന്നെയാണ്. LDFന്റെ ഹർത്താലും വനം വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളതാണ്. രാഹുൽ വിജയൻ ആണ് റിപ്പോർട്ടുകൾ നൽകിയത്.